ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ബ്യൂറോ ആയി പ്രവർത്തിച്ചിരുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ആളുകളും രാവിലെ എഴുന്നേറ്റ് നേരെ പി വി അൻവറിന്റെ വീട്ടിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വൈരനിരാധന ബുദ്ധിയോടുകൂടി വിഷയങ്ങളെ സമീപിക്കുകയും കംപ്ലീറ്റ് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് പിന്നെ ആവിഷ്കരിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത്. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയം ആവർത്തിക്കുകയും ചെയ്തു എന്ന് കാണണം നമ്മൾ. അപ്പോൾ അവിടെ വലിയ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിട്ട് പോലും ഇദ്ദേഹം അവിടെ വിജയിച്ച് കയറി എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം നേടാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അൻവർ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ വരുന്നത്. ഇതാ മുഹമ്മദ് റിയാസ് മന്ത്രിയായി നിലനിൽക്കുന്നു. അദ്ദേഹം അവിടെ ഉയർത്തിവിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചരണത്തിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല, വിജയിച്ചു കഴിഞ്ഞാൽ UDF മിനിസ്ട്രി വരികയാണെങ്കിൽ ഞാൻ മന്ത്രിയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി അവിടെ നടക്കുന്നുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, നിലമ്പൂർ അമ്പുക്ക മത്സരിക്കുന്ന സ്ഥലമാണ് ബേപ്പൂർ. ബേപ്പൂർ അങ്ങോട്ട് അട്ടിമറി വിജയം നേടും എന്നൊക്കെയുള്ള വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 1.5 വർഷക്കാലമായിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ 2 വർഷക്കാലമായിട്ടാണ് അദ്ദേഹം ഈ LDFുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. 1.5 വർഷത്തോളമായി. ഈ 1.5 വർഷത്തിനകത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ തന്നെ പല തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ കൂടിയിട്ടാണ് ഈ നിലമ്പൂരിലുള്ള PV അൻവർ എന്ന് പറയുന്ന ഈ വിപ്ലവ സിംഹം. ബേപ്പൂരിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ബേപ്പൂർ മത്സരം ശക്തമാണോ അതോ വെറുതെ ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ? അല്ല, ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആരാവും ബേപ്പൂർ സുൽത്താൻ എന്നുള്ള ചോദ്യം കുറച്ചു കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥി നിർണയമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി UDFന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് ബേപ്പൂരിലായിരുന്നു. ബേപ്പൂരിൽ അദ്ദേഹം എനിക്ക് ബേപ്പൂർ വേണം, ഞാൻ ബേപ്പൂരിൽ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയായിരുന്നു. ഇദ്ദേഹം UDFന്റെ ഭാഗമായിട്ട് അധികകാലമായിട്ടില്ല. നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് UDFന്റെ അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കുന്നത്. ഒറിജിനൽ മെമ്പർ ആയിട്ടില്ല, ഇല്ല, അസോസിയേറ്റ് മെമ്പർ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടോ അല്ല അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെ അസോസിയേറ്റ് മെമ്പറാക്കിയതും PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അസോസിയേറ്റ് മെമ്പറാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ദേശീയ തലത്തിലൊക്കെ ഒരു വലിയ ചർച്ചയൊക്കെ ആവശ്യമുള്ളതായതുകൊണ്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നും നമുക്ക് വ്യക്തമില്ലാത്തതുകൊണ്ട്. പക്ഷേ നമ്മൾ അതുപോട്ടെ, അതൊന്നും അല്ല വിഷയമെങ്കിൽ പോലും PV അൻവർ വലിയ ഭീഷണിയായി മാറും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ നീക്കം. അദ്ദേഹം അവിടെ ഈ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടുത്തെ MLA എന്നുള്ള രീതിയിലും മന്ത്രി എന്ന രീതിയിലൊക്കെ അവിടുത്തെ എല്ലാ ആളുകൾക്കും വളരെ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും അമ്പുക്കയുടെ വരവ്, അതായത് അമ്പുക്ക നിലമ്പൂർ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി അവിടെ മത്സരം കടുത്തു എന്ന് തന്നെ വേണം നമുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം 28,747 വോട്ടിനാണ്, ഭൂരിപക്ഷത്തിലാണ് ഈ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് ബേപ്പൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ബേപ്പൂർ 1977 ശേഷം പിന്നീട് ഇങ്ങോട്ട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി LDFന്റെ ശക്തമായ കോട്ടയായിട്ട് നിലനിന്നിരുന്നു എന്ന്. ഈ ഒരു എളമരം കരീം മത്സരിച്ച സമയത്ത് മാത്രമാണ് ഭൂരിപക്ഷം 5000 സംതിങ് ആക്കി കുറച്ചു കൊണ്ടുവന്നത്. അത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു UDFന്. പക്ഷേ എങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പിലും UDFന് മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല എന്ന് കാണും. നമ്മൾക്കറിയാം, രാമനാട്ടുകരയും അതുപോലെ തന്നെ ഫറൂഖും ഈ 2 സ്ഥലങ്ങളിലാണ് UDFന്റെ ഭരണമുള്ളത്. ബാക്കി ഈ മണ്ഡലത്തിലുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. ഈ വലിയ തരംഗം ഉണ്ടായ സമയത്ത് കോഴിക്കോട് നമുക്കറിയാം വലിയ തരംഗം ഉണ്ടായിട്ടുണ്ട്. LDFന് വലിയ തിരിച്ചടിയൊക്കെ കിട്ടിയിരുന്നു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ഈ സമയത്ത് സ്റ്റേറ്റിലാകമാനം വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും 1347 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന് കിട്ടിയ ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ബേപ്പൂരിൽ മത്സരം കടുക്കുമ്പോഴും ബേപ്പൂരിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതിൽ യാതൊരു സംശയമില്ല. വികസനം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇത്തവണ ഇലക്ഷന് നേരിടുന്നത്. പക്ഷേ ഇതിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്,
നമുക്കറിയാം നിലമ്പൂർ എക്കാലത്തും UDFന്റെ കടുത്ത ഒരു കോട്ടയായിരുന്നു, കനത്ത കോട്ട തന്നെ വേണം പറയാം. ആര്യാടൻ മുഹമ്മദ് ഉയർത്തി കൊണ്ടുവന്ന ഒരു വലിയ കോട്ട തകർക്കാൻ വേണ്ടിയിട്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകനായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആദ്യ ഇലക്ഷൻ, അതാണ് 2016 ഇലക്ഷനിൽ വിജയിച്ചു കയറിയത്. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയം ആവർത്തിക്കുകയും ചെയ്തു എന്ന് കാണണം നമ്മൾ. അപ്പോൾ അവിടെ വലിയ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിട്ട് പോലും ഇദ്ദേഹം അവിടെ വിജയിച്ച് കയറി എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം നേടാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അൻവർ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ വരുന്നത്. അതുതന്നെയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം LDF ആയിട്ട് പടങ്ങുകയും CPM നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഈ പാർട്ടിയോട് വിട പറയുകയും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് മരുമോനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയും പോരാടാൻ വേണ്ടി ഞാൻ ഏറ്റവും അവരുടെ കോട്ട എന്ന് പറയുന്ന ബേപ്പൂരിൽ പോയി മത്സരിക്കുമെന്നായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വലിയ ആത്മവിശ്വാസമാണ്. ഒരുപക്ഷെ അത് മണ്ടത്തരമായിരിക്കാം, അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസമായിരിക്കാം. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ പിന്നീട് അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ കരിയർ അതോടുകൂടി അവസാനിക്കുന്നു വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു വലിയ ആത്മഹത്യയിലേക്ക്, ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്കൊന്നും അദ്ദേഹം പോവില്ല. അതുകൊണ്ട് അവിടെ വിജയിച്ച് കയറാനുള്ള എന്തൊക്കെ ഫോർമുലകളുണ്ടോ അതൊക്കെ അദ്ദേഹം പുറത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം അവിടെ VKC മുഹമ്മദ് പോയും അതുപോലെ തന്നെ നമ്മുടെ TK ഹംസയും എളമരം കരീമൊക്കെ മത്സരിച്ച് ജയിച്ചൊരു സ്ഥലം കൂടിയാണത്. മന്ത്രിമാർ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഇപ്പൊ TK ഹംസ മന്ത്രിയായിട്ടുണ്ട്, അതുപോലെ തന്നെ എളമരം കരീം മന്ത്രിയായിട്ടുണ്ട്, ഇതാ മുഹമ്മദ് റിയാസും മന്ത്രിയായി നിലനിൽക്കുന്നു. അദ്ദേഹം അവിടെ ഉയർത്തിവിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചരണത്തിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല, വിജയിച്ചു കഴിഞ്ഞാൽ UDF മിനിസ്ട്രി വരികയാണെങ്കിൽ ഞാൻ മന്ത്രിയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അൻവർ എന്നുള്ളത് അപകടകാരിയായ രാഷ്ട്രീയക്കാരനാണ്. അയാളെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ ആളും കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ മറ്റ് UDFന്റെ ഈ മത്സരാർത്ഥികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ തന്ത്രങ്ങൾ മെനയുന്ന ആളാണ്. പിന്നെ മാത്രമല്ല ഒരു വലിയ ഏകാഗിയായ പോരാളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ എന്ന് പറഞ്ഞ ആരും അധികം ഇല്ലെങ്കിൽ പോലും UDF ക്യാമ്പിൽ കഴിഞ്ഞ കുറെ കാലമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സീറ്റായ ബേപ്പൂരിൽ UDFന്റെ ക്യാമ്പ് എപ്പോഴും വളരെ മനസ്സുപെടുത്തിട്ടൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊക്കെ വന്നത്. പക്ഷെ ഇത്തവണത്തെ മത്സരം എന്ന് പറഞ്ഞാൽ കനത്ത മത്സരമാണ് ബേപ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഇദ്ദേഹം നിലമ്പൂരിൽ നിന്നും നേരെ ബേപ്പൂരിൽ വന്ന് താമസമാക്കുകയും എല്ലാ വീടുകളും അദ്ദേഹത്തിന് സുപരിചിതമാണ്. എല്ലാ വീടുകളിലും പലതവണ അദ്ദേഹം കയറിയിരിക്കുന്നു. നമുക്കറിയാം ഈ ഇലക്ഷൻ വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചതാണെങ്കിൽ പല സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിന്റെ ഓരോ ഭാഗങ്ങൾ എത്താൻ കഴിഞ്ഞിട്ടില്ല, പല വോട്ടർമാരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബേപ്പൂരിൽ PV അൻവർ എല്ലാ ഈ വോട്ടർമാരെയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണുകയും വോട്ടഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനെ കുറച്ച് ത്തോട് വേണം കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം പറയട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ PV അൻവർ നിലമ്പൂർ ഭയങ്കര ഒരു വലിയ വികസന നായകനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് മൊത്തത്തിൽ നടന്നു വരുന്നത്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നിലപാടില്ലാത്തൊരു വ്യക്തി തന്നെയാണ് PV അൻവർ എന്നെ പറഞ്ഞു വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ആദ്യം എനിക്ക് പിതൃതുല്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് MR അജിത് കുമാറിനും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനുമെതിരെ രംഗത്ത് വരുന്നത്. അതിനുശേഷം പിന്നീട് അത് P ശശിയിലേക്ക് എത്തുന്നു, അതിനുശേഷം പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു, പിന്നീട് മരുമോനിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊക്കെ നിലപാടുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിനായിട്ട് യാതൊരു ഉളുപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഈ PV അൻവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ PV അൻവർ വലിയ ഒരു സംഭവമാണ്, സംവിധാനമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ റീബിൽഡ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ കോടികൾ പിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള പിന്തുണയോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ വയനാട് റീബിൽഡിന് കിട്ടിയില്ല. എന്നാൽ അവിടെ വയനാട് റീബിൽഡിന് വേണ്ടിയിട്ട് സ്ഥലം ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഈ സ്ഥലം പോലും അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. റീബിൽഡ് നിലമ്പൂരുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം ആ സ്ഥലത്തിന്റെ ആധാരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെതലരിച്ചു പോയിട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ നിലമ്പൂർ ഓഫീസിലിരുന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യപ്രാപ്തിയുമില്ലാതെ വെറുതെ ഡയലോഗിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ എന്ന് പറയുന്നതിനായിട്ട് മടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാ, CB പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരു MLA എന്നുള്ള
എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ പരാജയമായിരിക്കും. പക്ഷേ അയാളൊരു പോരാളി എന്ന രീതിയിലാണ് അയാളെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തിരുന്നത്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ആദ്യമായിട്ട് ഈ പോലീസിനെതിരെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം. നിലമ്പൂർ നമ്മുടെ പോലീസ് ആസ്ഥാനത്ത് SP-യുടെ കോമ്പൗണ്ടിൽ നിന്ന് മരം വെട്ടിമാറ്റിയെന്നും അതുകൊണ്ട് പോലീസിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സമരം ആദ്യം നമ്മുടെ ആ സമരത്തിൽ പങ്കെടുത്ത എത്ര പേര് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവേണ്ട ഇപ്പോൾ ഇല്ല. അതേസമയം നിലമ്പൂരിലോ അയാൾ മലപ്പുറത്തോ അല്ലല്ലോ ഉള്ളത്. അദ്ദേഹം സ്ഥലം തന്നെ മാറി, ടെറിട്ടറി തന്നെ മാറി. അദ്ദേഹത്തിന്റെ കൂടെ സജീവ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന പല ആളുകളും ഇന്ന് അദ്ദേഹത്തെ വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ രാജേഷേട്ടൻ, ഇതിനൊക്കെ ഒരു ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്സപ്പ് കോളിൽ നിന്നുള്ള വളരെ നോർമൽ കോളിലൊക്കെ പലരും സംസാരിക്കേണ്ട പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും ഇന്നേ വരെ ഇങ്ങനെയുള്ള പരസ്പര സംസാരങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കാനായിരുന്നെങ്കിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വലിയ ബിംബങ്ങൾ തകർന്ന് താഴെ വീഴുന്ന കാഴ്ച കണ്ടേനെ. അതുകൊണ്ട് അത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഒരു 3-4 മാസക്കാലം മാധ്യമങ്ങളുടെ വലിയ ഒരു പ്രോത്സാഹനത്തിൽ വളർന്നു വന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഘട്ടം ഘട്ടമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പല നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിന് അവസാനമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ എത്തുന്നത്. ഇപ്പം മാമി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോഴിക്കോടുള്ള റിയൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ഒരു മാമി എന്ന ആളുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ പ്രതികരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. ഒന്നിനും ഏതെങ്കിലും എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചോ, എവിടെ എത്തിയില്ല. പക്ഷേ MR അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും എവിടെ എത്തിയില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും എവിടെ എത്തിയില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ചില TRP കൂട്ടാൻ പറ്റി എന്നുള്ളത് വലിയ വിഷയമായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ബ്യൂറോ ആയി പ്രവർത്തിച്ചിരുന്നത് വരെ നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാ ആളുകളും രാവിലെ എഴുന്നേറ്റ് നേരെ PV അൻവറിന്റെ വീട്ടിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 തവണ മത്സരിക്കുന്ന നിലമ്പൂർ 2 തവണ മത്സരിക്കുന്ന സമയത്തുള്ള PV അൻവർ അല്ല പിന്നീട് നമ്മൾ കാണേണ്ടതുണ്ട്. അപകടകാരിയായ ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ ശൈലിയോ അല്ലെങ്കിൽ രീതികളോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വൈരനിരാധന ബുദ്ധിയോടുകൂടി വിഷയങ്ങളെ സമീപിക്കുകയും കംപ്ലീറ്റ് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് പിന്നെ ആവിഷ്കരിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതറ്റം വരെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതി തള്ളാൻ ബേപ്പൂരിൽ പറ്റില്ല PV അൻവറിനെ എന്നാണ്. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നത് അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അജ്ഞാതമാണ്. എല്ലാ അടവുകളും പൂഴിക്കടകൻ അടക്കമുള്ള എല്ലാ അടവുകളും അദ്ദേഹം ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു എതിരാളിയാണ് ഇത്തവണ ബേപ്പൂരിൽ എന്നതുകൊണ്ട് ബേപ്പൂരിൽ വിജയിച്ച് കയറുക എന്നുള്ളത് ഇത്രയും കാലത്തെ പോലെ ഈസി ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മുഹമ്മദ് റിയാസ് തോറ്റുപോകുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലല്ല ഞാൻ എത്തുന്നത്. പക്ഷെ എളുപ്പമല്ല, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബേപ്പൂരിൽ അത്ര ഈസി ആയിട്ട് കടന്നു വരും എന്ന് മുഹമ്മദ് റിയാസ് കരുതരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്.